ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. അധ്യായം 3. ആത്മതത്വം. ആത്മാവിൻ്റെ ലക്ഷ്യം. ചോദ്യം: ഓരോ ആത്മാവിനും ഒരു ജന്മം എടുക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് ആ ജീവിതത്തിൽ തനിക്ക് ചെയ്തു തീർക്കേണ്ടതായ നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും ആത്മാവിന് അറിവുണ്ടാകുമോ? ഉത്തരം: ഓരോ ജീവനും കൂടുതൽ ജന്മങ്ങൾക്ക് കാരണമായ പല ജന്മങ്ങളിൽ നിന്നുമുള്ള പല പല ധാരണകൾ അടങ്ങുന്ന ഒരു ഭാണ്ഡം ചുമക്കുന്നു. ഇതിനെ തന്നെയാണ് പ്രാരബ്ധം എന്ന് നാം വിളിക്കുന്നത്. അല്ലാത്തപക്ഷം അതിൻ്റെ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ പരമോന്നതമായ പിതാവുമായുള്ള പരിപൂർണ ലയനം, അതായത് നിത്യമായ പരമാനന്ദാവസ്ഥ ആയിരിക്കും ആത്മാവിൻ്റെ ഉന്നം. ആത്മാവ് നല്ലതും ചീത്തയും എന്ന് തരംതിരിക്കുന്നില്ല. വിവേചനം ബോധമനസ്സിൻ്റെ മാത്രം പ്രശ്നമാണ്. ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ തരംതിരിക്കുന്നില്ല. ഗാഢനിദ്രാവസ്ഥയിൽ നിങ്ങൾ ഏറെക്കുറെ ആത്മാവിൻ്റെ സ്ഥിതി അനുഭവിക്കുകയാണ്. കുറവ് എന്താണെന്ന് വച്ചാൽ ഞാൻ എന്ന ബോധമോ അവബോധമോ ആ സമയത്ത് ഇല്ല. ആത്മാവിനാകട്ടെ അവബോധം ഉണ്ട്. ഇതിനർത്ഥം ആ തലത്തിൽ അതിന് സംഭവങ്ങളുടെ സാക്ഷിയാകാനുള്ള കഴിവുണ്ട്. സമയമില്ലാത്ത അവസ്ഥയിൽ ഭൂതവും വർത്തമാനവും ഭാവിയും നിലവിൽ ഇല്ല. ആ അവസ്ഥയിൽ നിങ്ങൾ ഭാവിയിൽ അനുഭവിച്ചേക്കാവുന്നതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിൽ തൻ്റെ വിശ്വരൂപ പ്രദർശനത്തിലൂടെ കൃഷ്ണൻ അർജുനന് സ്പഷ്ടമാക്കി കൊടുത്തത്. ചോദ്യം: നാം ആളുകളെ കണ്ടുമുട്ടുവാൻ ഇടയാകുന്നത് ആത്മാക്കളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഒരു അവശിഷ്ടം നമ്മിൽ ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ലതും സൃഷ്ടിപരവുമായ ഓർമ്മകളും സന്തോഷപ്രദമായ ആത്മീയ ബന്ധങ്ങളും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഞാൻ കരുതുന്നു. വിനാശകരമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നത് സാധ്യമാണോ? ഉത്തരം: നിങ്ങളുടെ കാറിലെ പെട്രോളിനെ പോലെ ആത്മാവ് എല്ലായ്പ്പോഴും നിഷ്പക്ഷമാണ്. മനുഷ്യർ എല്ലാ ഭാരങ്ങളെയും വെറുക്കുന്നതുപോലെ ആത്മാവ് ഒരു മാറാപ്പും ഇല്ലാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ദ്രുതചലനങ്ങൾ ഉണ്ടാക്കുന്നു. ആ ചലനങ്ങൾ സൂക്ഷ്മാകാശ തലത്തിൽ നിലനിൽക്കുന്നു. പിന്നീട് അവ നമ്മുടെ യാഥാർത്ഥ്യങ്ങളായി തീരുന്നു. നമ്മുടെ ജീവിത വ്യവസ്ഥയിൽ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള വിവിധങ്ങളായ ധാരണകൾ സംഭരിച്ചു വയ്ക്കുന്ന പലതരത്തിലുള്ള കോശങ്ങൾ അഥവാ ആവരണങ്ങൾ ഉണ്ട്. ശരീരം, വികാരം, മനസ്സ്, പ്രാണൻ, ആകാശം, കാരണം, നിർവ്വാണം മുതലായവയാണ് പ്രധാനപ്പെട്ട കോശങ്ങൾ. കാരണകോശം അല്ലെങ്കിൽ കാരണശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ആഴത്തിൽ മുദ്രിതങ്ങളായ സൂക്ഷ്മധാരണകളുടെയെല്ലാം വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. പലതരം ധാരണകൾ വ്യത്യസ്തങ്ങളായ ആവരണങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. വിത്തുകൾ കാരണാവരണത്തിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ഭാണ്ഡമൊന്നും ഇല്ലാതെയാകുന്നതിനാൽ പിന്നെ ജനനമുണ്ടാവുകയില്ല. ധാരണകളെല്ലാം തീർത്തു കഴിഞ്ഞു. ആത്മാവ് ഇനി തിരിച്ചു വരില്ല. അഥവാ തിരിച്ചു വരികയാണെങ്കിൽ അത് വളരെയധികം ആളുകളെ കൂടുതൽ ഉയർന്ന അവബോധത്തിലേക്ക് നയിക്കുന്നത് പോലുള്ള കൂടുതൽ ഉയർന്ന കർമ്മത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കും. ശരിയായ സിദ്ധന്മാർ മിക്കവരും ഈ തലത്തിൽ ഉള്ളവരായിരിക്കും. ഇതിനെ ധാർമ്മിക ജന്മം എന്ന് പറയുന്നു. ഓരോ ആത്മാവിൻ്റെയും ആത്യന്തികമായ ആഗ്രഹം സർവശക്തനായ പ്രപഞ്ചപിതാവിൻ്റെ മടിയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗം നിരന്തരമായ സാക്ഷിബോധമാണ്. നല്ലതും ചീത്തയും ബോധമനസ്സിൻ്റെ വിവേചനത്തിൻ്റെ ഭാഗമാണ്. നാം അടിസ്ഥാനപരമായി നിർമ്മലവും ദിവ്യവുമായ സനാതനമായ ആത്മാവാണ് എന്ന വിവേകത്തിലൂടെ നാം സമചിത്തത നേടുന്നു. നല്ലതും ചീത്തയുമായ എല്ലാ മാറാപ്പുകളും അപ്പോൾ അപ്രത്യക്ഷമാകുന്നു. ആ സ്ഥാനത്ത് പ്രവർത്തനക്ഷമതയും അസ്തിത്വവും ഉണ്ടാകുന്നു. നിങ്ങളുടെ നല്ലതോ ചീത്തയോ ആയ പ്രവൃത്തികളുടെ ഫലങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ വേർപാടാണ് അത്. നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. ചോദ്യം: അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മോഹൻജി. അങ്ങ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ഉത്തരം:
ഹാഹാ, എന്നെ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണ് സ്നേഹിത? ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ. അതിനുശേഷമേ നിങ്ങൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ആകൃതിയെക്കുറിച്ചോ എൻ്റെ വാക്കുകളെക്കുറിച്ചോ നിങ്ങൾ വ്യാകുലപ്പെടുന്നത് എന്തിനാണ്? നിങ്ങളുടെ തന്നെ ചിന്താപ്രക്രിയയെ മനസ്സിലാക്കൂ. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ചിന്തയെ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എന്തിനു വേവലാതിപ്പെടുന്നു? നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് ബോധവാനാകൂ. നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും സ്നേഹം അനുഭവപ്പെടും. നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു. നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കുമ്പോൾ എല്ലാ ആത്മാക്കളെയും നിങ്ങൾക്ക് മനസ്സിലാകും. അവയെല്ലാം ഒന്നാണ്. ലോകം. ചോദ്യം: ലോകം മുഴുവൻ അരക്ഷിതത്വത്തോടെ വേച്ചു നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ലോകം അതിൽ താമസിക്കുന്ന അതിൻ്റെ കുട്ടികളെ ഉൾക്കൊള്ളുന്നു. ഒരു ആത്മാവ് ഒരു ശരീരം സ്വീകരിക്കാൻ നിശ്ചയിക്കുമ്പോൾ അതിൽ തൻ്റെ നിലനിൽപ്പ് താൽക്കാലികമാണെന്ന് അതിന് അറിയാം. അരക്ഷിതത്വം അവിടെ തുടങ്ങുന്നു. അപ്പോൾ നിലനിൽപ്പിൻ്റെ തലത്തിൽ തന്നെ അരക്ഷിതത്വത്തിന് വേരുണ്ട്. അതുകൊണ്ട് അരക്ഷിതത്വത്തിൻ്റെ മൂലകാരണത്തെ നീക്കം ചെയ്യുവാൻ നിങ്ങൾ വീണ്ടും ആത്മാവിൻ്റെ തലത്തിലേക്ക് എത്തണം. ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. രണ്ടാമതായി, ലോകം ജനങ്ങളെ ഉൾക്കൊള്ളുന്നതാകയാൽ ലോകം ജനങ്ങളുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും പ്രതിഫലിപ്പിക്കും. വികാരങ്ങൾ അരക്ഷിതത്വത്തെ തീവ്രമാക്കുന്നു. അരക്ഷിതത്വം വികാരങ്ങളെ വളർത്തുന്നു. ഒരു തരം ദൂഷിത വലയമാണ് അത്. ചോദ്യം: ഈ ദൂഷിത വലയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും? ഉത്തരം: കൂടുതൽ ഉയർന്ന അവബോധത്തിൽ കൂടി മാത്രം. ജീവവ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ബോധപൂർവം മനസ്സിലാക്കുന്നതിൽ കൂടി മാത്രം. താങ്ക് യു. ജയ് മോഹൻജി.